നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിലെ 14-ാം വാർഡ് ഉറുമ്പനി എന്ന സ്ഥലത്താണ്. രാവിലെ നമ്മുടെ ഉറുമ്പനി സ്വദേശിയായ എബി പുതമ്പറമ്പിൽ വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് എബി പോത്തിനെ തീറ്റാൻ വേണ്ടി വന്നതാണ്. പോത്തിനെ തീറ്റാൻ വേണ്ടി എബി തന്നെ ഉള്ളായിരുന്നു ഇവിടെ. പോത്തിനെ തീറ്റാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഈ മരത്തിൽ അസ്വാഭാവികമായിട്ട് ചില മാന്തലുകൾ, കീറല്, പാട്, കുറെ കുളം അൻപത്തിരണ്ട് നമുക്ക് ചോദിക്കാൻ കൂടുതൽ. സാധാരണയായി ഞാൻ കണ്ടിട്ടുള്ള ഈ കാട്ടുമൃഗങ്ങൾ, ബ്ലാവ്, കേഴ ഇങ്ങനെയുള്ള സംഭവമല്ല ഇത് വളരെ മൂർച്ചയേറിയ കൈനകം പോലെ നഖം ഉള്ള ഈ പുലിയോ അങ്ങനെയുള്ള മൃഗങ്ങൾ അള്ളിക്കീറിയ പോലെയാണ്. 6 അടി പൊക്കത്തിന് താഴെ വരെ ഈ സംഭവം ഇവിടെ കാണുന്നുണ്ട്. ആ റബ്ബറിന്റെ കുറെ തൊലിയൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇത് ഇന്നലെയോ മിനിഞ്ഞാന്നോ നടന്നിട്ടുള്ള ഹൈറ്റിലാണ്. അങ്ങനെ നമ്മൾ ആനയൊക്കെ ഇങ്ങനെ വരയ്ക്കാറുണ്ട് അല്ലേ? ആനയെന്ന് വരച്ചാലും ഒരഞ്ഞു പോകത്തേ ഉള്ളൂ. ഇത് നഖത്തിന്റെ പാടുകളാണ്. ഇത് ഫുള്ള് നഖം കൊണ്ടുവരച്ച് വലിച്ചേക്കും. ഇതിന്റെ ചൂട്ടിലും കാൽപാദങ്ങൾ കാണുന്നു. കാൽപ്പാടുകളും സാധാരണ പോത്തിന്റെ കാൽപ്പാടാണോ കാണുന്നത്? അല്ല, പോത്തിന്റെയാണ് കുളമ്പ് ചരിഞ്ഞ സാറേ കാണത്തുള്ളൂ. ചരിഞ്ഞാണ്. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇത് പോത്തിന്റെ കുളമ്പല്ലാന്ന് ഞാൻ എവിടെ വേണം തെളിയിക്കാം. നമ്മൾ കൈ കുത്തി ഇതുപോലെ കുത്തുന്നേക്കുന്ന ഇതുപോലെ നഖത്തിന്റെ നഖം കൊണ്ടിറങ്ങിയ പാടുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് മഴ പെയ്തുകൊണ്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റാത്ത വ്യക്തമായിട്ട്. എന്ത് തന്നെയായാലും അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഫുള്ള് ജനവാസ മേഖലയൊക്കെയാണ്. എപ്പോഴാണ് കാണുന്നത്? ഞാൻ ഒരു 9:30 ആയപ്പം പോത്തിനെ കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്. അപ്പോൾ പോത്തിനെ ഒന്ന് തീറ്റാന്ന് വെച്ചാൽ സാധാരണ നേരത്തെ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ പോത്തിനെ തീറ്റാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തോ മണ്ണ് വാരി തേച്ചേക്കുന്ന പോലെ ഒരു കളർ കണ്ടു. അപ്പം ഞാൻ ഓർത്ത് ഇതെന്തോ ഈ റബ്ബറയിൽ ഇനി എന്തെങ്കിലും വന്ന് ഉറഞ്ഞതാണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മൊത്തം നഖം വെച്ച് മാന്തിയേക്കുന്ന പോലുള്ള പാടുകളാണ് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ മിനുവയെ വിളിച്ചത്. പറഞ്ഞു കഴിഞ്ഞാൽ നഖത്തിന്റെ പാട്, അതായത് ഈ പൂച്ച പോലുള്ള ജീവികളാണ് ഈ നഖം വെച്ച് മാന്തി പൊളിക്കുന്നത്. എന്നും ആ രീതിയിലുള്ള മൃഗങ്ങളാണ് ഇത് വന്നേക്കുന്നത്. ഒന്നിൽ ഇത് കടുവായോ അല്ലെങ്കിൽ പുലിയോ ആകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. നമ്മുടെ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് പലരും കണ്ടതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതന്നെ, കടുവ കോട്ടമ്പാറ അന്ന് ഒരു മറ്റേ ലൈൻ്റെ വർക്കിന് വേണ്ടി പോയ ഒരാളെ ആക്രമിക്കാനൊക്കെ വന്നു. കോട്ടമ്പാറയിൽ ഇങ്ങോട്ട് വരാൻ അധികം ദൂരവും ഇല്ല. അപ്പം എന്തായാലും വളരെ ഭീതി ഉളവാക്കുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും നമ്മള് റോഡ് തൊട്ട് താഴെ, ഇവിടുന്ന് തൊട്ട് താഴെ റോഡാണ്. ചുറ്റും വീടുകളിൽ കോട്ടമ്പാറ റോഡ് ജനവാസ മേഖലയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഫോറസ്റ്റ് അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും അതനുസരിച്ച് നൽകുന്നതാണ്.